ഹായ് ഗേസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗേസ്. കണ്ടു മറന്നൊരു മുഖമായിരിക്കും ഗേസ്. ആളൊക്കെ മാറിയിട്ടുണ്ട്. ആൾ മാറിയല്ല, ജസ്റ്റ് തലയിൽ ചെറിയൊരു കളർ വന്നിട്ടുണ്ട് ഗേസ്. ഞാൻ ജീവനോടെ ഉണ്ട്, അതൊന്ന് അറിയിക്കാനായിട്ട് വന്നതാണ്. ഇങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇടയായിട്ട് ഒരു റീല് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതായത് ഞാൻ RIP, ഞാൻ മരിച്ചു പോയി എന്ന് പറഞ്ഞു വരെ ഒരു റീൽസ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ. അത് ഞാൻ മാത്രമല്ല, അവൻ്റെ അക്കൗണ്ട് കയറി നോക്കിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് സൈഡിലായിട്ട് കാണാം, അവൻ ഇഷ്ടംപോലെ പേരെ കൊന്ന്. അവൻ ഈ ഡെയിലി ഓരോരുത്തരെ ഇങ്ങനെ RIP അല്ലെങ്കിൽ കൊല്ലുന്നതാണ് അവൻ്റെ ജോലി. അപ്പം അങ്ങനെ ഒരുത്തൻ വീഡിയോ ഇട്ട് ഏകദേശം അത് ലക്ഷങ്ങളോളം വ്യൂസ്, ലക്ഷങ്ങളോളം ആൾക്കാർ കണ്ട്. എല്ലാവരും വിചാരിച്ച് ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒന്നിലും ആക്റ്റീവ് അല്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ച് എനിക്കെന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ കണ്ടവരെല്ലാവരും എന്നെ വിളിക്കുവാണ്, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നു, ബ്രോ എവിടെയാണ്, എന്തെങ്കിലും പറ്റിയോ, സീരിയസ് ആണോ, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഒരുപാട് പേരിങ്ങനെ എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നവരാണ്. പിന്നെ ഈ ഇടയായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻബോക്സിൽ മെസ്സേജ് വരുന്നതും, ബ്രോ വീഡിയോ എവിടെയാണ്, വീഡിയോ ഇടുന്നില്ലേ, എന്ത് പറ്റി. കഴിഞ്ഞ ദിവസം എനിക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, എനിക്ക് നേരിട്ട് അറിയത്തില്ല, മെസ്സേജ് അയച്ചുള്ളൊരു ചേച്ചിയാണ്. ചേച്ചി ഇങ്ങനെ എനിക്ക് മോട്ടിവേഷനൊക്കെ തന്നേടാ, ഏത് ഡൗൺ സ്റ്റേജ് ആയാലും നീ കയറി വരണം, അങ്ങനെ എനിക്ക് കുറച്ച് മോട്ടിവേഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്. കാര്യം ഞാൻ അങ്ങനെ ആക്റ്റീവായിട്ട് ഇരുന്നതാണ് എല്ലാത്തിലും. ഇൻസ്റ്റഗ്രാമിൽ പോലും ഞാൻ ഇങ്ങനെ അധികം ഇപ്പം സ്റ്റോറിയൊന്നും അങ്ങനെ ഇടുന്നില്ല. അവസാനം എൻ്റെ ബൈക്കിനൊരു സ്ക്രാച്ച് കിട്ടിയായിരുന്നു, അതാണ് ഇൻസ്റ്റഗ്രാമിൽ അവസാനമായിട്ട് ഒരു റീൽസ് ഇട്ടത്. ഗീസ് ഇപ്പോൾ നമ്മുടെ റൂമൊക്കെ മാറിയിട്ടുണ്ട്. റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് എനിക്കെന്നും വീഡിയോ ഇടാനൊന്നും പറ്റൂല, ജസ്റ്റ് ഞാൻ ഇടയ്ക്കെപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ വീഡിയോ ഇടാം. ഇതെന്നെ ഒരുപാട് പേരിങ്ങനെ തിരക്കൊണ്ടാണ്. എൻ്റെ ഉമ്മ പോലും എൻ്റെ അപ്ഡേഷൻ അറിയുന്നില്ല, കാര്യം ഞാൻ അങ്ങനെ വീട്ടിലങ്ങനെ എപ്പോഴും വിളിക്കുന്ന ഒരാളല്ല. അപ്പോൾ ഉമ്മായും എൻ്റെ വീഡിയോ കണ്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഉമ്മായും ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, വീഡിയോ ഇട്, എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കോഴ്സാണ് പഠിക്കുന്നത്. അപ്പം ഞാനത് സീരിയസ് ആയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഇതെല്ലാം നിർത്തി വീട്ടിൽ പോയ സമയത്ത് ഞാനിങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പരിപാടി തുടങ്ങാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം വെറുതെ തുടങ്ങാതെ നമുക്ക് ബേസ് അറിയണം. നമുക്ക് എന്ത് കാര്യം അറിയണമെങ്കിലും അതിൻ്റെ അടിത്തറ ഉണ്ടെങ്കിലേ അത് കെട്ടിപ്പൊക്കിയിട്ട് കാര്യമുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് എടുത്തത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുത്തത്. അപ്പം അതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സ്വന്തമായിട്ട് ഞാൻ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കിലായിപ്പോയി. അത്ര വലിയ തിരക്കൊന്നുമില്ല, എന്നാലും നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കും. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കാണിക്കാൻ പറ്റുന്ന കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്ന് ഞാൻ എൻ്റെ റൂമും ഞാൻ ക്ലാസ്സിൽ പോകുന്നത് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും. എടാ മാറ്റമൊന്നും ഇല്ലേ, വേറെ എന്തെങ്കിലും കാണിക്കുന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഡൗൺ ആയി പോകും. സോ അതുകൊണ്ടാണ് ഇതിൽ നിന്നെല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് തിരിച്ച് യൂട്യൂബിലോട്ട് വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതൊരു അറിയിപ്പ് മാത്രമാണ്. ജസ്റ്റ് കേസ് ഞാൻ ഒരു വലിയൊരു സംഭവമായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിരിക്കും. ഇപ്പം ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്, കുറച്ച് ദിവസം കൂടെ. ഇപ്പം എന്തായാലും എല്ലാവരും നോമ്പും പെരുന്നാളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും എൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിയും. അത് കഴിയുമ്പോൾ ഞാനും ഫ്രീ ആവും. ഞാൻ തിരിച്ച് വീണ്ടും പഴയതിലും ആക്റ്റീവായിട്ട്, പഴയതിലും കിടിലം കണ്ടന്റും ഒക്കെ ആയിട്ട് തിരിച്ച് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ ഗേസ് കളർ ചെയ്തത് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഗേസ് ഇത് ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തടിച്ചതാണ്. ഈ ഇടയായിട്ട് കയറിയ ഒരു ആഗ്രഹമാണ് ജസ്റ്റ് മുടി ഒന്ന് കളർ ചെയ്താൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് നടത്തിക്കൊണ്ട് പോവുക. പിന്നീട് റിഗ്രറ്റ് തോന്നരുത്. ഇപ്പം എന്തായാലും എനിക്ക് റിഗ്രറ്റ് ഇല്ല. ചിലർ കൊള്ളാമെന്ന് പറയും, ചിലർ കൊള്ളില്ലെന്ന് പറയും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. എനിക്ക് സെൽഫായിട്ട് എനിക്ക് ഹാപ്പിനെസ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് അത് മതി. ഞാൻ ഉമ്മാക്ക് ഫോട്ടോ അയച്ചു കൊടുത്തായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ വിചാരിച്ചു ഉമ്മ പറയും വേണ്ട, എന്തിനു നീ ഇങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഉമ്മ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ ഇനി ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഉമ്മാരുടെ ഞാൻ കുറച്ചൊക്കെ കാണാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത്രയൊക്കെ കാണാൻ പറ്റും. ഉമ്മ കാണുവാണെങ്കിൽ ഇതിന് ശേഷം ഉമ്മ എനിക്ക് വാട്സപ്പിലൊരു മെസ്സേജ് അയക്കുക എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ഇടുക. ഓക്കെ ഗേസ്, ഇതാണ് റൂം കേട്ടോ. AC ഉണ്ട്, TV ഉണ്ട്. TV ഒന്നും വർക്കാവില്ല, ജസ്റ്റ് ഒരു റൂമുണ്ട്. പിന്നെ ഇത് കൊതുവിനെ കൊല്ലുന്ന ബാറ്റാണ്, ഇതില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ഒരു ബാത്റൂം ഉണ്ട്, ഇതൊരു അലമാര, എൻ്റെ ബാഗ് കാര്യങ്ങൾ. ഗേസ് ഇതാണ് ഡൈനിങ്. ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ ഫുഡും കാര്യങ്ങൾ കഴിക്കാം. ഫുഡ് വെക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വെക്കാനുള്ള ചെറിയൊരു സംഭവം. ഇതൊക്കെ ഞാൻ മേടിച്ചതാണ്. ഞാൻ റൈഹാനും കൂടെ പോയിട്ട് ഇതൊക്കെ മേടിച്ചതാണ്. റൈഹാന് നമ്മുടെ അമ്പുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ അവന്മാർ വരുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് കഞ്ഞി, ചോറ് ഇതൊക്കെ തന്നെയാണ് ഫുഡ്. പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട്, പിന്നെ ഫ്രിഡ്ജുണ്ട്. കാര്യം സൗകര്യങ്ങളെല്ലാവരും ഉണ്ട് പഴയ റൂമിനെ വെച്ച് നോക്കുവാണെങ്കിൽ. യെസ്, പിന്നെ ഞാൻ ഇപ്പോൾ വീണ്ടും പഴയ പോലെ ജിമ്മിലൊക്കെ പോയി തുടങ്ങി. നമ്മുടെ പഴയ ജിമ്മിൽ തന്നെ, പാരീസ് ജിമ്മിൽ നമ്മുടെ ആശാന്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഹെൽത്തും കൂടെ ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ വൈറ്റിലെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ വൈറ്റിലെ ആവുകൊണ്ട് തന്നെ എനിക്ക് പഴയ ജിമ്മിൽ പോകാൻ എളുപ്പമാവുകൊണ്ട്
ഞാൻ വീണ്ടും പഴയ ജിമ്മിൽ തന്നെ കയറി. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ 1-2 സ്റ്റോറിയൊക്കെ ഇങ്ങനെ ഇട്ടായിരുന്നു. ആവശ്യമുണ്ട് ഗീസ്, ജിമ്മിലൊക്കെ പോകണം, കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് പേഴ്സണൽ ഗീസ്. അപ്പം ഞാൻ ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുക ഗീസ്. ഇപ്പം നടന്നു വരുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പം നിങ്ങൾ ആരും അങ്ങനെ ലഹരിക്കും അങ്ങനെ ആ ഒരു രീതിയിലൊന്നും പോകരുത്. മാക്സിമം നിങ്ങളുടെ സന്തോഷങ്ങൾ വേറെ രീതിക്ക് കണ്ടെത്തുക. ഫുട്ബോളോ ക്രിക്കറ്റോ ഫ്രീ ഫയറോ പബ്ജിയോ ഗെയിമോ അങ്ങനെ അതൊന്നും കുഴപ്പമില്ല. ബാക്കിയുള്ള രീതിയിലൊന്നും പോകരുത്. ഇപ്പം നടക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്, പേടിയാണ് ഗേസ്. ഇതൊക്കെ തന്നെയാണ് ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അറിയിക്കാനായിട്ട്. കാര്യം ഇങ്ങനെ ഒരു സംഭവം ഫേക്ക് ന്യൂസൊക്കെ ഗേസ് ഞാൻ അവൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ജസ്റ്റ് ഇവിടെ സ്ക്രീനിൽ കാണിച്ചേക്കാം. നിങ്ങൾ അവൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് പറ്റുന്നവരൊക്കെ റിപ്പോർട്ട് അടിക്കുക. ഇപ്പോൾ ഒരുപാട് പേരെ ഇതുപോലെ കൊല്ലുന്നുണ്ട്. അപ്പം ഇതൊരു ട്രെൻഡായിട്ട് അവൻ എടുക്കുന്നതിന് മുമ്പ് പറ്റുന്നവരൊക്കെ റിപ്പോർട്ട് അടിച്ച് അവൻ്റെ അക്കൗണ്ട് അങ്ങ് കളയുക. കാര്യം പെട്ടെന്ന് നമുക്ക് അത്രയ്ക്ക് അറിയാമെന്നുള്ള ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് അവർക്ക് ഞാൻ മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫോളോവേഴ്സിനെക്കാളും എന്നെ അടുത്തറിയാമെന്നുള്ള കുറച്ച് പേരുണ്ടായിരിക്കും. അപ്പോൾ അവർ പാനിക്കാവും. കാര്യം ചിലപ്പോൾ എന്നെ വിളിച്ചിട്ട് കിട്ടുകയും കൂടെ ചെയ്തില്ലെങ്കിൽ അവർ ചിലപ്പം അങ്ങനെ ആയിപ്പോവും. കാര്യം എൻ്റെ നാട്ടിൽ നിന്ന് നമ്മുടെ പയ്യന്മാരെല്ലാവരും കൂടെ കോളിട്ട് എനിക്ക് 2 ദിവസം വയ്യായിരുന്നു. എനിക്ക് ജലദോഷവും പനിയൊക്കെ ആയിട്ട് ഞാൻ അവരെ വിളിച്ചപ്പോഴും പറഞ്ഞായിരുന്നു, ഉമ്മായെ വിളിച്ചും പറഞ്ഞായിരുന്നു. അപ്പം ഇവന്മാർ വിളിച്ചിട്ട് ഞാൻ കോൾ എടുത്തില്ല, എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല. ഇവന്മാർ ഭയങ്കര പാനിക്കായി. ഇവന്മാർ വിളിച്ചിട്ട് എന്ത് പറ്റി ബ്രോ, എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് അവന്മാർ ഭയങ്കര പാനിക്കായി പോയി. പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുത്തപ്പോഴത്തേക്ക് ഇതേപോലെ എനിക്ക് റീൽ അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അവന്മാർ അയച്ചു തന്നപ്പോഴാണ് റീൽ കാണുന്നത്. ആ റീലിന് 1 ലക്ഷം വ്യൂസ് ആ സമയത്തുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജൊക്കെ ഡൗൺ ആയിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് കുറേ മെസ്സേജുകൾ വരുന്നു, ബ്രോ എവിടെയാണ്, എന്ത് പറ്റിയെന്ന് മെസ്സേജ് വരുന്നത്. എനിക്ക് സോഴ്സ് മനസ്സിലായില്ല. ഇവന്മാരെ വിളിച്ച് ഈ റീലും കൂടെ എനിക്ക് അയച്ചു തന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഗേസ് ഞാൻ തിരിച്ച് ഇതിലും പവറിൽ വരുന്നതായിരിക്കും. ഇപ്പം ഞാൻ എന്തായാലും ഒരു ബ്രേക്ക് എടുക്കുകയാണ്. 1 മാസം, ഇനി 1 മാസം കൂടെ ഉണ്ട്. അപ്പോൾ ആ 1 മാസം കൂടെ ഇങ്ങനെ അങ്ങ് പോവും. അപ്പം സ്നേഹിച്ചവർക്കും തിരക്കിയവർക്കും എൻ്റെ അടുത്ത് ചോദിച്ചില്ലെങ്കിലും എന്നെ മിസ് ചെയ്തവർക്ക് ഒരുപാട് പേർക്ക് നന്ദി. അല്ല, ഒരുപാട് പേർക്ക് സന്തോഷം ഗീസ്, ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് വാക്കുകളൊന്നും കിട്ടുന്നില്ല. അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന കണക്ക് ഇനി അങ്ങോട്ട് വീഡിയോ ഇടുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്തെങ്കിലും തുടങ്ങുമ്പോഴും എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് കമ്പനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, വേറെ ആർക്കും കൊടുക്കരുത്, ഞാനിവിടെ ഉണ്ട് ഗേസ്. പിന്നെ എക്സാം ഒക്കെ വരുവാണ്. എക്സാം ഇപ്പം നടക്കുവാണെന്ന് എനിക്ക് തോന്നുന്നു, അറിയാൻ വയ്യ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം കാര്യങ്ങളൊക്കെ എഴുതുക ഗേസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ച വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഗേസ്. ലവ് യു ആൾ, ടാറ്റ, അഡ്വാൻസ് ഹാപ്പി റംസാൻ. ചിലപ്പം അത് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ വരുള്ളൂ. സോ അതുകൊണ്ടാണ് ഗേസ്. പിന്നെ എല്ലാവരും മാക്സിമം വേറെ വഴിയിലോട്ടൊന്നും പോരുത്. ഓക്കെ, ടാറ്റ.